യേശുവിന്റെ കയ്യോ കാലോ മാത്രമല്ല നമുക്ക് നൽകിയിരിക്കുന്നത്, ഈശോയുടെ ഹൃദയമാണ് നമുക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. ആമേൻ. ആമേൻ. ഈ തിരുഹൃദയം അതുകൊണ്ടാണ് ഈശോയുടെ തിരുഹൃദയം ഈ ദിവ്യ കാര്യത്തിന്റെ ശക്തിയോടെ പറയേണ്ടത്. പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കാൻ പോരാളികളൊന്നുമില്ല. അമ്മയുടെ മക്കളായ ഞങ്ങൾ വളരെ പ്രത്യേകം ഇന്ന് ഞങ്ങൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷ 2-ാം അധ്യായം 1 മുതൽ തിരുവചനത്തിലൂടെ പോകുമ്പോൾ അമ്മയുടെ അഭ്യർത്ഥനയിൽ യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ യേശുവിൻ്റെ ആദ്യ അത്ഭുതം. പരിശുദ്ധമേ, ഓരോ പരിശുദ്ധ കുർബാനയിലും ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയുടെ പക്കൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഓരോ ആൾക്കാരുടെ മുമ്പിലും നിന്റെ സാന്നിധ്യം വളരെ പ്രത്യേകമായി പരിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. ഈശോ എവിടെയുണ്ടോ അവിടെയെല്ലാം അമ്മയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രക്ഷാകര ചരിത്രവുമായി തിരിഞ്ഞു നോക്കുമ്പോൾ കാൽവരി മലയുടെ സർവ്വരാധീശോ പരിത്യജിക്കപ്പെട്ടപ്പോഴും കുരിശിന് ചവിട്ടിന് മാതാവേ നീ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധമേ അത്ഭുതങ്ങൾ ചെയ്യുവാൻ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
തിരുസഭയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സഭാപിതാക്കന്മാരെ, പ്രവാചകഗണമേ, തിരുസഭയിലെ സകല രക്തസാക്ഷികളെ, സകല ധന്യരായവരെ, സകല വാഴ്ത്തപ്പെട്ടവരെ, മിഖായേൽ മുതലുള്ള സകല മാലാഖമാരെ, ഞങ്ങളുടെ അരികിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് അൾത്താരകളിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ഉയർത്തപ്പെട്ടിരിക്കുന്ന ദിവ്യകാരുണ്യത്തോടൊപ്പം ഈ വയനാട് കൺവെൻഷന് ഞങ്ങളുടെ 3 രൂപതകളെ, ബത്തേരി രൂപതയെയും മാനന്തവാടി രൂപതയെയും കോഴിക്കോട് രൂപതയെയും രൂപതാധ്യക്ഷന്മാരെയും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈദികരെയും സന്യസ്തരെയും ദൈവജനം മുഴുവനെയും പ്രത്യേകിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നാടിനെ, വയനാടിനെ, മലബാറിനെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വളരെ പ്രത്യേകം ഞങ്ങൾ സമർപ്പിക്കുന്നു. 22 ദിവസങ്ങൾക്ക് ശേഷം ആസ്പത്രിയിൽ നിന്ന് പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾ ജനത്തിന് കേൾക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് പരിശുദ്ധ പിതാവിന്റെ മേൽ സൗഖ്യമയച്ച് അഭിഷേകം ചെയ്യുന്ന, സൗഖ്യപ്പെടുത്തുന്ന, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്നേഹമുള്ളവരെ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കൺവെൻഷൻ്റെ 3ാമത്തെ ദിവസം പ്രാർത്ഥനാപൂർവം നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന വളരെ കുറച്ച് സമയം, ആ സമയം ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ പരിമിതമായ ബുദ്ധിയിലും കഴിവിലൊക്കെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എത്രമാത്രം നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് സംശയമാണ്. പക്ഷേ എങ്കിലും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നത് വളരെ അനുചിതമായ ഒരു കാര്യമാണ്. നമ്മളൊക്കെ പരിശുദ്ധ കുർബാനയിൽ അനുഭവങ്ങളുള്ളവരാണ്, അനുഭവങ്ങളില്ലാത്തവരാണ്. പരിശുദ്ധ കുർബാനയിൽ ബോധ്യങ്ങളുള്ളവരാണ്, ബോധ്യങ്ങൾ ഇല്ലാത്തവരുണ്ട്. പരിശുദ്ധ കുർബാനയിൽ
ദൈവികമായ ഇടപെടലുകൾ സ്വീകരിച്ചവര് ഇവിടെ ഉണ്ടാകും, ഇല്ലാത്തവരും ഇവിടെ ഉണ്ടാകും. പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമുള്ളവര് ഇവിടെയുണ്ട്. എന്നാൽ പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാത്തവരും ഈ കൂട്ടത്തിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മളെല്ലാവരും ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞങ്ങളുടെ ബുദ്ധിക്ക്, ഞങ്ങളുടെ അറിവിനും ഞങ്ങളുടെ ജ്ഞാനത്തിനൊക്കെ അപ്പുറമാണ് പരിശുദ്ധ കുർബാന എന്ന് ഞങ്ങൾക്കറിയാം. അതിനാൽ ഇത് അങ്ങയുടെ മുന്നിൽ എളിമയോടുകൂടി ഞങ്ങൾ ഇരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ, ബോധ്യപ്പെടുത്തി തരണമേ, മനസ്സിലാക്കി തരണമേ. അതിനേക്കാൾ ഉപരിയായി കർത്താവേ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തെ വിശ്വസിക്കുവാനുള്ള കൃപ. കർത്താവേ, പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിന്റെ കൃപ ഞങ്ങൾക്ക് എനിക്ക് തരണമേ എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പഠനത്തിന്റെ ഉറവിടം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ആത്യന്തികമായിട്ട് നിൽക്കുന്നത് ബൈബിളാണ്. അത് പഴയ നിയമവും പുതിയ നിയമവും പരിശുദ്ധ കുർബാനയെ കുറിച്ച്, പെസഹായെ കുറിച്ചൊക്കെ ഇത് പരാമർശിക്കപ്പെടുന്നത്, പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് ആദ്യത്തെ ഏറ്റവും എന്താ പറയുക സോഴ്സായിട്ട് നിലകൊള്ളുന്നത് ബൈബിളാണ്. പിന്നെ വീണ്ടും നമ്മളിങ്ങനെ നോക്കുമ്പോൾ സഭയിലൂടെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഭയിലൂടെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പഠനത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള ടീച്ചിങ് എന്ന് പറയുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പരിശുദ്ധ കുർബാന എന്നുള്ള പ്രമാണ രേഖ. പിന്നെ വീണ്ടും പരിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സഭ CCC കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ. അപ്പോ സഭയുടെ ഔദ്യോഗികമായ പഠന മേഖല നമ്മളെ പഠിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും കുമ്പസാരിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അച്ഛന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്, പുറകിലൊക്കെയായിട്ട് ഇരിക്കുന്നുണ്ട്. കുമ്പസാരിക്കാനായിട്ടുള്ളവർക്ക് കുമ്പസാരിക്കാനായിട്ട് പോകാം എന്നാണ് ഓർമ്മിപ്പിക്കുക. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ മേഖല, വീണ്ടും പരിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ, വിശുദ്ധ അംബ്രോസ് എന്നുള്ള സഭയിലെ സഭാപിതാക്കന്മാര് പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഔദ്യോഗികമായ പഠനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ തിരിച്ചറിയണം. വീണ്ടും പരിശുദ്ധ കുർബാനയെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധരുടെ ജീവിതമാണ്. വിശുദ്ധരെ നമ്മൾ എടുത്ത് നോക്കിക്കേ, ഏത് വിശുദ്ധരെയും നമ്മൾ എടുത്താൽ അവരൊക്കെ നമുക്ക് പരിശുദ്ധ കുർബാനയെ കുറിച്ച് വലിയ ആഴപ്പെട്ട കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ അന്തോനീസിനോടും വിശുദ്ധ യൂദാത്തദേവസിനോടൊക്കെ കേരളത്തിലെ നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ പ്രിയമുള്ള വിശുദ്ധനാണ് വിശുദ്ധ അന്തോനീസും വിശുദ്ധ
ഒരു 6 ദിവസം വചനം ധ്യാനിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് വിടുതല പ്രാപിച്ച് സൗഖ്യം പ്രാപിക്കാനായിട്ടുള്ള അവസരത്തേക്കാൾ നല്ലതാണ് 1.5 മണിക്കൂർ കൊണ്ട് യൂദാത്തയുടെ നവേനയിൽ പങ്കെടുത്ത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുക. അത് നമ്മുടെ മാത്രമൊരു പ്രത്യേകതയാണ് കേട്ടോ. എങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മുടെ പ്രത്യേകത, എങ്ങനെയാണോ കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടുക, അതിനുള്ള വഴികൾ നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പരിശുദ്ധ ദിവ്യകാരുണ്യമായിട്ടുള്ള അത്ഭുതത്തിന്റെ സംഭവം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായി. അച്ഛൻ ആവർത്തിക്കുന്നില്ല. ഈ വിശുദ്ധരൊക്കെ നമ്മോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളാദ്യം പരിശുദ്ധ കുർബാനയിലേക്ക് വരിക, പരിശുദ്ധ കുർബാനയിലേക്ക് വരിക. ഞങ്ങൾ ഇന്ന് ഈ അൾത്താരയുടെ വണക്കത്തിന് യോഗ്യരായി തീർന്നത് ഞങ്ങൾ പരിശുദ്ധ കുർബാന ജീവിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പരിശുദ്ധ കുർബാനയിലേക്ക് വരിക. അതിനുശേഷം ഞങ്ങളുടെ മാധ്യസ്ഥം യാചിക്കുക എന്ന് ഈ വിശുദ്ധരൊക്കെ നിശബ്ദതയിൽ നമ്മോട് പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ വിശുദ്ധര് സോക്കോൾഡ് സെയിന്റ്സ് എന്ന് നമ്മൾ എടുത്താൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ എഴുത്തുകാരൻ, വിശുദ്ധ ചാവറയച്ചൻ, നമ്മുടെ ഈ കേരളത്തിന്റെ വിശുദ്ധര്, വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ മദർ തെരേസ, ഈ അടുത്ത് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു വിശുദ്ധ ദേവസഹായം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരൊക്കെ പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ബാബരേപ്പിയോ, വിശുദ്ധ രോഗിയാകിയാൽ വിശുദ്ധരിങ്ങനെ, വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ സിൽവസ്ട്രോസ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരിങ്ങനെ അനവധിയായ വിശുദ്ധര് പരിശുദ്ധ കുർബാനയുടെ വലിയ അനുഭവങ്ങളും പഠനങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പോ സെന്റ് തോമസ് അക്വീനസ് പരിശുദ്ധ കുർബാനയുടെ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന തോമസ് അക്വീനസ് ഇങ്ങനെ തുടങ്ങിയ വിശുദ്ധരുടെ ജീവിതം പരിശുദ്ധ കുർബാനയുമായിട്ടുള്ള അനവധിയായ പഠനങ്ങൾ നമുക്ക് അവരിലൂടെ അവരുടെ ജീവിത മേഖലകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും നമുക്കിങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ കുർബാനയെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് മാർപ്പാപ്പമാര് കാലഘട്ടത്തില് ഓരോ കാലഘട്ടത്തിലും സഭയെ നയിച്ച മാർപ്പാപ്പമാര്, നമുക്കറിയാം വളരെ നീണ്ട കാലം കത്തോലിക്ക തിരുസഭയെ നേതൃത്വത്തിൽ നിന്ന് നയിച്ച മാർപ്പാപ്പയാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. 26 വർഷവും 6 മാസവും മാർപ്പാപ്പയായി കത്തോലിക്ക സഭയെ നയിച്ചു. ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട സഭാചരിത്രത്തിന്റെ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടം. നമുക്കറിയാം 2004 ഒക്ടോബർ മുതൽ 2005 നവംബർ വരെ കത്തോലിക്ക സഭയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു. നമുക്കറിയാം 2005 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം. ലോകത്തെ മുഴുവനെയും എന്താ പറയുക ഞെട്ടിപ്പിച്ച ഒരു സംഭവം കത്തോലിക്ക സഭയിൽ നടന്നു. പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിത്യതയിലേക്ക് മടങ്ങിപ്പോയി. 2004-2005 ദിവ്യകാരുണ്യ വർഷമായി വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ദൈവത്തിന്റെ ദൂത്, ദൈവത്തിന്റെ പ്രവാചകന് ഇത് സമയത്ത് വെളിപ്പെടുത്തി. ലോകത്തിൽ സഭയുടെ മക്കൾ വളരെ സെന്ററായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് അകലുന്ന
വർഷം പ്രഖ്യാപിച്ചെങ്കിലും അത് പൂർത്തിയാക്കാൻ ജോൺ പോൾ രണ്ടാമന് സാധിച്ചില്ല. അതിനു മുൻപേ നിത്യതയിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളും പ്രബോധനങ്ങളൊക്കെ പിന്നെ നമുക്കറിയാം. അതിനുശേഷം ഒന്നും ബെനഡിക്ട് 16 മാർപ്പാപ്പ ഒരാളപ്പെട്ട പഠനങ്ങളിലൂടെ സഭയെ വളരെ തോതിൽ നയിച്ച ഇതാ നമ്മുടെ പരിശുദ്ധ പിതാവ് വീണ്ടും 2013 മാർച്ച് 13 മാർപ്പാപ്പയായി ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ നമുക്കറിയാം 2013 മാർച്ച് 19 ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പയായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ പിതാവും പരിശുദ്ധ കുർബാനയെ കുറിച്ച് ആഴത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് പ്രബോധനങ്ങളിലൂടെയൊക്കെ അല്ലേ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത് കാലഘട്ടത്തിൽ മാർപ്പാപ്പമാരിലൂടെ സഭയിൽ പരിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി ഈ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ അതിന് മെത്രാന്മാർ കിട്ടും, വൈദികർ കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത് സാധാരണ പാവപ്പെട്ട ചില മനുഷ്യർ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ആ അസ്തിത്വം പരിശുദ്ധ കുർബാനയിലുള്ള തൻ്റെ ജീവനെ കുറിച്ച് സാധാരണ മനുഷ്യർക്ക് കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കുക. സാധാരണ മനുഷ്യർ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നൊരു മരിയ എന്ന് പറയുന്ന സഹോദരൻ, ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ്റെ കൂടെ ശുശ്രൂഷയിലുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയെ കുറിച്ച് കർത്താവിൻ്റെ ദൂത് കർത്താവ് ഈ പാവപ്പെട്ട ഈ പെൺകുട്ടിക്ക് സഹോദരിക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഇപ്പൊ നമുക്കറിയാം, ഈ മരിയ എന്ന് പറയുന്ന ആള് സിസ്റ്റർ മരിയയാണ്. കന്യാസ്ത്രീ മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയായി ദൈവത്തിനും ജനത്തിനു വേണ്ടി ദൈവസന്നിധിയില് പ്രാർത്ഥനയില് അങ്ങനെ ഒരു സമൂഹത്തിന് ജോയിൻ ചെയ്തു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഇവിടെ ഈ അങ്കമാലി ഭാഗത്ത് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന 31 വയസ്സ് വരെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് പ്രിയപ്പെട്ടവരെ 31ാമത്തെ വയസ്സിൽ ഈശോയെ രക്ഷകർത്താവ് ദൈവവുമായിട്ട് സ്വീകരിച്ച അക്രൈസ്തവയായ സഹോദരി മരിയ എന്ന് തന്നെയാണ് ഈ സഹോദരിയുടെ പേര്. പക്ഷേ ആ ഉണ്ണീശോയുടെ മരിയ എന്നാണ് അവർ അറിയപ്പെടുന്നത്. കാരണം ഉണ്ണീശോ ആ സഹോദരിയോട് സംസാരിക്കും. നമ്മുടെ ഈ ബുധനാഴ്ചകളുടെ ധ്യാനത്തിന്, ഈ വെള്ളിയാഴ്ചയുടെ ധ്യാനത്തിന് കുവൈറ്റില് നേഴ്സായിട്ട് ദൈവ ശുശ്രൂഷ സേവനം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ് ഈ ഉണ്ണീശോയുടെ മരിയ. നമ്മൾ ഈ ധ്യാനത്തിലുണ്ടായിരുന്നു. അച്ഛനെ കൊണ്ടും ഈ സഹോദരി അറിയാവുന്നതാണ്. അനേകരെ പ്രിയപ്പെട്ടവരെ ക്രൈസ്തവരെ അനേകരെ പരിശുദ്ധ കുർബാനയിലേക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ ശക്തമായിട്ടുള്ള പരിശുദ്ധ കുർബാനയുടെ ഒരു വ്യക്തി മരിയ. പൗരോഹിത്യത്തെ കുറിച്ച് 31 വയസ്സ് വരെ ബ്രാഹ്മണ സ്ത്രീയായി ജീവിച്ചു വളർന്ന ഈ സഹോദരിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗരോഹിത്യത്തെ കുറിച്ച്, സന്യാസത്തെ കുറിച്ച്, പരിശുദ്ധ കുർബാനയെ കുറിച്ച്, പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മറിയത്തെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തിയ വെളിപാടുകൾ, ദൈവിക ദൂതുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഇതാ നമ്മൾ കണ്ടുമുട്ടുന്ന ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. വേറെ കുറെ പേരുണ്ട്. ഈ കാലഘട്ടത്തിൽ കണ്ടുമുട്ടുവാനായി വന്നിട്ടുണ്ട്. കർത്താവ് ഇതാ അവരോട്
ഏറ്റവും ആദ്യം ഇതിനെല്ലാത്തിനെയും മുൻപ് പരിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത് ആരാണ് ചോദിച്ചത്? ആരാണ്? ഈശോ. ശരിയാണ്. എന്നാൽ ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മളെ ഏറ്റവും ആദ്യം പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയാണ്. നമ്മുടെ മാതാപിതാക്കൾ പകർന്നു തന്ന ദിവ്യകാരുണ്യത്തിന്റെ പരിശുദ്ധ കുർബാനയുടെ അനുഭവ സമ്പത്താണ് സ്ഥായി ഘടകമായി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നത്. ഇരിക്കുന്ന നിങ്ങളൊക്കെ ആത്മശോധന ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ പറയും അതിന്റെ അടിസ്ഥാന ഘടകം നിങ്ങളുടെ കഴിവുകളല്ല, നിങ്ങളുടെ നന്മയൊന്നുമല്ല, നിങ്ങളുടെ ഗുണങ്ങളൊന്നുമല്ല. ജോയച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ആവർത്തിക്കുന്ന ഒരു കാര്യം, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മയുടെയും യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ് എൻ്റെ പൗരോഹിത്യമെന്ന് ഞാൻ സാധാരണ പൗരോഹിത്യത്തിൻ്റെ വചന ശുശ്രൂഷകളിലൊക്കെ പറയാറുണ്ട്. നമ്മളൊക്കെ പരിശുദ്ധ കുർബാനയിലേക്ക് കൈ ചൂണ്ടിയിട്ടുള്ളത് നമ്മുടെ ചാച്ചനും അമ്മയാണ്. പരിശുദ്ധ കുർബാനയിലേക്ക് കൈവിരലെ പിടിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ വീട്ടില് 7 മക്കളിലെ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. അപ്പൊ സാധാരണഗതിയിൽ നമുക്കറിയാം, ഏറ്റവും ഇളയ മക്കൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഒത്തിരി ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റുന്നവരാണ് സാധാരണഗതിയിൽ ഇളയ മക്കൾ, അല്ലെങ്കിൽ മൂത്തവരാണ്. അതിനർത്ഥം നടുവിലുള്ളവരാരും വിഷമിക്കൊന്നും വേണ്ട, തടയപ്പെട്ടു പോയിട്ടൊന്നുമില്ല. എങ്കിലും കുറച്ചുകൂടി എന്താ പറയാ, കുറെ ആനുകൂല്യങ്ങളൊക്കെ പിടിച്ചു പറ്റുന്നത് സാധാരണഗതിയിൽ ഇളയവരാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ വീട് ഇപ്പൊ പള്ളിയോടൊക്കെ അടുത്താണ്. എന്നാൽ ഞാൻ ജനിച്ചു വളർന്ന് കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1.25 മണിക്കൂർ പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് പോകണം. അന്ന് എൻ്റെ അപ്പച്ചന് അന്നത്തെ കാലം, പഴയ കാലം എന്നൊക്കെ പറയുമ്പോൾ വാഹനം എന്ന് പറയുന്നതൊക്കെ കാളവണ്ടി, ഒരു വീട്ടിൽ കാളവണ്ടി ഉണ്ടെങ്കിൽ ആ വീട്ടില് ഇനോവ കാറ് തുല്യമായിട്ടുള്ള ഒരു കാലഘട്ടം. 50കളുടെയൊക്കെ പുറകിലേക്ക് നോക്കുമ്പോൾ വീട്ടില് കാളവണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇന്ന് ഏതെങ്കിലും വീട്ടിൽ ഇനോവയോ അല്ലെങ്കിൽ ബെൻസോ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് തുല്യമാണ്. അപ്പോ വണ്ടി എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളത് കാളവണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, 1.25 മണിക്കൂർ പള്ളിയിലേക്ക് നടന്നു പോകണം. അപ്പച്ചനും അമ്മച്ചിയും വെളുപ്പാങ്കാലത്ത് കീ കൊടുക്കുന്ന ടൈമീസുണ്ട്. ഇന്നൊന്ന് നമുക്ക് കീ കൊടുക്കുന്ന വാച്ച്, അതൊക്കെ കീ കൊടുക്കുന്ന വാച്ച്, കീ കൊടുക്കുന്ന ടൈമീസൊക്കെയാണ്. ഇന്നിപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴും അച്ഛൻ്റെ വീട്ടിൽ അപ്പച്ചനെ വെച്ച് കിടക്കുന്ന മൊബൈൽ ആ ടൈമീസ് എടുക്കുന്നുണ്ട്, കീ കൊടുക്കുന്ന ടൈമീസ് വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ജസ്റ്റ് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് കീ കൊടുക്കുന്ന ടൈമീസാണ് അപ്പച്ചനെ അമ്മച്ചി ഉപയോഗിച്ചത്. അത് ഒരു ഉണർത്ത് ബെല്ല് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഒരു 3 വീട്ടുകാരെ വിളിച്ചുണർത്തുന്ന ശബ്ദത്തിലാണ് കീ കൊടുക്കുന്ന ടൈമീസ് ശബ്ദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വെളുപ്പാങ്കാലത്ത് 4 മണി
കുർബാനയ്ക്ക് മഴയായാലും മഞ്ഞായാലും വെളുപ്പാങ്കാലത്ത് നടന്നു 4 മണിക്കൂർ നടന്ന് ദേവാലയത്തിലെത്തി പരിശുദ്ധ കുർബാന അർപ്പിച്ച ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇളയവനായതുകൊണ്ട് അപ്പച്ചനമ്മച്ചികളിൽ പോകാനായിട്ടുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് എന്തോ ഒരു പരിപാടി ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ ഭയങ്കരമായി ശാഠ്യം പിടിക്കും ഇവരുടെ കൂടെ പോകാനായിട്ട്. അങ്ങനെ രാവിലെ ഇവരുടെ കൂടെ പോകും. ചിലപ്പോൾ അവരെ ഇടിക്കേണ്ടതായിട്ട് വരും. എന്നാലും ഈ കരച്ചു നിർത്താൻ അമ്മയും അപ്പച്ചനും ദേവാലയത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മച്ചി പുതമുണ്ടെല്ലാം പുതച്ച് കയ്യിലെ ചെറുമാരെല്ലാം പിടിച്ച് ഓരോ മണികളും ഉരുട്ടിക്കൊണ്ട് അത്താറിയിലേക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് സൂക്ഷിച്ചു നിന്ന ആ ഒരു ഓർമ്മ, എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ ആ ഓർമ്മ, അതാണ് എൻ്റെ ആത്മാവിൽ പതിഞ്ഞു കിടക്കുന്ന ഓർമ്മ. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പരിശുദ്ധ കുർബാനയിൽ ജീവിച്ച നിന്ന ആ സ്ഥലം, അതൊക്കെ എൻ്റെ കുഞ്ഞി ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നതാണ്. അമ്മയുടെ പദമുണ്ടേ പിടിച്ച് വലിച്ച് ജപമാല വലിച്ച് പോകുമ്പോഴൊക്കെ അമ്മ ചേർത്ത് നിർത്തിയിട്ട് സ്വകാര്യത്തിൽ അമ്മ അത്താറിയിലേക്ക് കൈ ചീന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, മോനെ ഓടി നടക്കരുത്, ഈശോ അവിടെയുണ്ട്, നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, ദൈവശാസ്ത്ര പഠനം, തത്വശാസ്ത്ര പഠനം, ബെനഡിക്റ്റൻ സന്യാസ സഭയുടെ പരിശീലനത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ നേടിയെടുത്തതിനേക്കാൾ ഇന്നും ആത്മാവിൽ നിൽക്കുന്നത് അമ്മവാനെ മോനെ അങ്ങോട്ട് നോക്കിക്കേ, ഈശോ അവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ നാട്ടില് ദൈവം അനുഗ്രഹിച്ച കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. അതിന്റെ കാരണം ഇന്ന് ഞങ്ങളുടെ മക്കളെല്ലാവരും കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഞങ്ങൾ പറയാറുണ്ട്, ചേട്ടന്മാർ പറയും, പെങ്ങന്മാർ പറയും, അവരുടെ മക്കളോട് പറയും, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഇതാ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ നാളുകൾക്ക് മുമ്പ് 10,000-കണക്കിന് അവർ രണ്ടുപേരും അർപ്പിച്ച പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് കുടുംബത്തിലേക്ക്, തലമുറയിലേക്ക് പകർന്നു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അച്ഛനെ കേൾക്കുന്ന യുവതീവാക്കന്മാരായിട്ടുള്ള സഹോദരങ്ങളെ, നീ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന നിന്നിനാൽ തന്നെ അവസാനിക്കുന്നില്ല എന്ന് നീ തിരിച്ചറിയണം. നീ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം, അനുഗ്രഹം നിന്നിൽ മാത്രമല്ല, അത് നിന്നിലൂടെ നിന്റെ മക്കളിലേക്ക്, മക്കളുടെ മക്കളിലേക്ക്, തലമുറകളിലേക്ക് പകരപ്പെടുന്നുണ്ട് എന്നുള്ള സത്യം പരിശുദ്ധ കുർബാന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരുമിച്ച് പറയും ഹല്ലേലൂയ. ഈശോയിലേക്ക് നോക്കിയിട്ട് പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ശിരസ്സ് ഉയർത്തി കണ്ണു തുറന്ന് ഈശോയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. അനുഗ്രഹം പറയാമോ? ഒരിക്കൽ കൂടെ അനുഗ്രഹം വീശി എല്ലാവരും ചേർന്ന്
സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ, പരിശുദ്ധ കുർബാന വിട്ട് നീ പോകരുത്. പരിശുദ്ധ അത്താഴം വിട്ട് നീ പോകരുത്. പരിശുദ്ധ അത്താഴം വിട്ട് ഒരു ജീവിതം നിനക്കുണ്ടാകല്ലേ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഉരുത്തിരിയുന്ന അഭിഷേകം അനുഗ്രഹം പ്രാപിച്ചിട്ട് വേണം കൃഷിഭൂമിയിലേക്ക് ഇറങ്ങാൻ, ഓഫീസിലേക്ക് പോകാൻ, ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ, കൂലിപ്പണിയിലേക്ക് പോകാൻ. യുവതിയുവാക്കന്മാരായ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ യുവത്വം ദൈവം തന്ന യുവത്വം ഇത് മനോഹരമായ ഒരു കാലഘട്ടമാണ് കേട്ടോ. ദൈവം തന്ന യുവത്വം ഇനി നിനക്ക് തിരിച്ചു കിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം. നിന്റെ യുവത്വം നീ പരിശുദ്ധ കുർബാനയിലുള്ള ജീവിതത്തിലൂടെയാണെങ്കിൽ, നിന്റെ യുവത്വത്തിലൂടെ ദൈവം നിന്നിലൂടെ ഉയർത്താൻ പോകുന്ന കുടുംബത്തെ, തലമുറകളെ, ഇന്ന് നീ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം അതിങ്ങനെ ഇതാ നിന്റെ കുടുംബം തലമുറകളിലേക്ക് പകരപ്പെടും. അത് പകരപ്പെടുന്ന അഭിഷേകമാണ് പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം, പരിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം, അത് പകരപ്പെടുന്ന അനുഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ പരിശുദ്ധ കുർബാനയിലുള്ള നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ ഒരു ചിന്ത, പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിന്റെ സാന്നിധ്യം. ഈ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ നിങ്ങൾ ഇരുന്ന് ഈശോയെ നിങ്ങൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ അത്താഴങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന, ഉയർത്തപ്പെട്ടിരിക്കുന്ന ദിവ്യകാരുണ്യം, ഇതിലുള്ള യേശുവിന്റെ സാന്നിധ്യം, the presence of Jesus in the Holy Eucharist. പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിന്റെ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ കുർബാനയെ കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: Holy Eucharist in which Jesus Christ is present on the altar, physically, spiritually and materially. മൂന്ന് വിധത്തിൽ യേശു ക്രിസ്തു പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലിയർപ്പിക്കാനായി നിങ്ങൾ അത്താഴയുടെ മുന്നിലേക്ക് വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ പഠിപ്പിക്കുകയാണ്, ഈശോ അത്താഴയിൽ സന്നിഹിതനാണ്. ഫിസിക്കലി, ശാരീരികമായി, ആത്മീയമായി, ഭൗതികമായി അവിടുന്ന് സന്നിഹിതനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വചനത്തില് പരോക്ഷമായും പ്രത്യക്ഷമായും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പല വിധത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ യേശുവിന്റെ സാന്നിധ്യം നമ്മൾ ഒരുമിച്ച് കൂടുന്ന യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭ അടിസ്ഥാനപരമായി ഒരുമിച്ച് കൂടുന്ന അതിപ്രധാനമായ ഒരു സമയം
മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ യേശു അടിവരയിട്ട് പറഞ്ഞ് സ്ഥാപിക്കുന്നുണ്ട്. നമുക്ക് ആ വചനം ശ്രമിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, യേശു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വലിയ പ്രധാനപ്പെട്ട രണ്ട് ദൗത്യങ്ങൾ യേശു പഠിപ്പിക്കുക. ഒന്നാമത്തത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയണം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, രണ്ടാമത്തെ കാര്യം, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. മൂന്നാമത് കർത്താവ് അടിവരയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഉറപ്പ്, മാറ്റമില്ലാത്ത ഒരു ഗ്യാരണ്ടി, എന്റെ വാറന്റി. നമ്മൾ രണ്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. എന്താണ് ഗ്യാരണ്ടി എന്ന്, വാറന്റി എന്നൊക്കെ നമുക്കറിയാം. സാധനങ്ങൾ വാങ്ങിച്ചാൽ ചിലപ്പോ ചില വസ്തുക്കൾക്ക് ഗ്യാരണ്ടി പറയും, ചില വസ്തുക്കൾക്ക് വാറന്റി എന്ന് പറയും. നമുക്കൊക്കെ അറിയാം, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇവിടെ അതിനെല്ലാത്തിനും മുകളിലായി യേശു പറഞ്ഞു, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ വചനത്തെ ഒന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നത് പഴയ നിയമത്തിൽ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം മുതൽ സൃഷ്ടികർമ്മം മുതൽ നമ്മളിങ്ങനെ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ശക്തനായ ദൈവം സകലതും സൃഷ്ടിച്ച് രൂപപ്പെടുത്തുന്നവർ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഇത് വേറെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിന്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെടുന്ന ദൈവം, ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ദൈവം ഇനീഷ്യേറ്റീവ് എടുക്കാണ്. ദൈവം മോശയെ വിളിക്കുന്നത്, ജോഷുവയെ വിളിക്കുന്നത് ഒക്കെ നമുക്കറിയാം. ഇസ്രായേൽ ജനത്തിന്റെ
മുഴുവനും ഇത് ചെങ്കടലിൽ കടന്നു പുറകിലൂടെ വന്ന് ഫറവോയുടെ സൈന്യം ഇത് വീണ്ടും ചെങ്കടലിൽ കരയായി മാറിയ ചെങ്കടലിൽ വീണ്ടും കടലായിട്ട് രൂപാന്തരപ്പെടുന്നു. ഫറവോയും സൈന്യമെല്ലാം അതിൽ നാമാവിശേഷമാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പഴയ നിയമത്തിലൂടെ നമ്മൾ വായിച്ചു പോയത് ഒന്ന് ജസ്റ്റ് അച്ഛൻ കടന്നുപോയപ്പോഴൊന്ന് റിവൈസ് ചെയ്യുന്ന പോലെ ഒന്ന് പറഞ്ഞു പോയതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അത്ഭുതത്തിന്റെ ദൈവം, ശക്തനായ ദൈവം പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ, സഹോദരങ്ങളെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ശക്തനായ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കാൻ ഇത് ദൈവം യേശുവിനെ ഉയർത്തുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതാ പഴയ നിയമത്തിൽ ചെയ്തതുപോലെ അത്ഭുതം ചെയ്യുന്ന ദൈവം യേശു ക്രിസ്തുവിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അസാധ്യമെന്ന കാര്യം തളർന്നു കിടന്നവരെ എഴുന്നേൽപ്പിച്ചു, അന്ധരുടെ കാഴ്ചവും വിഷാദബാധിച്ചവരെ ഉണർത്തിപ്പിക്കുന്നു, അപസ്മാര രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, അത്ഭുതം ചെയ്യുന്ന ദൈവം. ഈ അത്ഭുതം ചെയ്യുന്ന ദൈവം എന്താണ് നമ്മളിവിടെ ഈ കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ ദൈവത്തിന്റെ പരിശുദ്ധ കൃപാലയുള്ള സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞപ്പെടാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം പരിശുദ്ധ കൃപാലയിൽ സന്നിഹിതനായിരുന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും ഈ അത്ഭുതത്തിലേക്ക് കർത്താവിരിക്കണം. ഈ അത്ഭുതമാകുന്ന പരിശുദ്ധ കൃപാലയിലേക്ക് വിളിക്കുക. കത്തോലിക്ക സഭയുടെ രണ്ടാമത്തെ കൗൺസിലിന്റെ പരിശുദ്ധ കൃപാലയം എന്നുള്ള പ്രമാണ രേഖയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പരിശുദ്ധ കൃപാലയം? ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാണ് പരിശുദ്ധ കൃപാലയം. ക്രിസ്തീയ ജീവിതത്തിന്റെ ഇരിക്കുന്ന ആത്മാവായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്രം പരിശുദ്ധ കൃപാലയമാണ്. പൗരോഹിത്യത്തിനായിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ കൃപാലയമാണ്. പൗരോഹിത്യം ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ സാക്ഷ്യമായി, കർത്താവിന്റെ സാന്നിധ്യമായി ഈ കാലഘട്ടത്തിൽ നിവർന്നു നിൽക്കുവാൻ ഒരു പുരോഹിതന് സാധിക്കുന്നത് അവനർപ്പിക്കുന്ന ഓരോ പരിശുദ്ധ കൃപാലയിലൂടെ സ്വീകരിക്കുന്ന അപരിമിതമായ invisible grace of God through the sacrament of Holy Eucharist. ഇന്നലെ വചന ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ പങ്കുവച്ചതുപോലെ 9 ലക്ഷത്തിൽ ചില്ലാനം വരുന്ന സന്യസ്തര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്യാസ സമർപ്പണത്തിന്റെ കാലം എന്ന് പറയുന്നത് എല്ലാ തത്വശാസ്ത്രങ്ങളും, എല്ലാ ദൈവശാസ്ത്രങ്ങളും, എല്ലാ സ്പിരിച്വാലിറ്റി, എല്ലാം everything has emerged from the depth of the Holy Eucharist. നമ്മുടെ സഭ പഠിപ്പിക്കുന്നതാണ് എല്ലാം ഉരുത്തിരിയപ്പെട്ടിട്ടുള്ളത് പരിശുദ്ധ കൃപാലയയുടെ കൃപയിൽ നിന്ന്. അതിന്റെ എല്ലാത്തിന്റെ ഡോമിനേഷൻ പരിശുദ്ധ കൃപാലയ്ക്കാണ്. ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ, പോരാ, പുറകിലിരിക്കുന്നവരടക്കം, അച്ഛൻ നിൽക്കുന്നവരടക്കം, പ്രിയപ്പെട്ടവരെ ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ.
ഇവിടെയാണ് എല്ലാവർക്കും ശിരസുയർത്തി അന്നുകൾ തുറന്ന് ഇതിവികാരത്തിലേക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ, സകല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന വേദി, സകല രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന വേദി, സകല അത്ഭുതങ്ങളും സംഭവിക്കുന്ന വേദി, സകല ദുഃഖങ്ങളും സകല നിരാശകളും എടുത്തു മാറ്റപ്പെടുന്ന വേദി, മെഡിക്കൽ സയൻസ് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന വേദി, തീരുമാനമെടുക്കണം. ഇനി കുർബാന നടക്കുന്നില്ല, ഞാൻ പരിശുദ്ധ കുർബാന നടക്കുന്നില്ല. ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങും. ഞാൻ പഠിക്കാൻ കോളേജിലേക്ക് പോകും. പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോകും. പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ ബിസിനസ്സിലേക്ക് പോകും, ഓഫീസിലേക്ക് പോകും, കോളേജിലേക്ക്, സ്കൂളിലേക്ക് പോകും. പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ കൂലിപ്പണിക്ക് പോകും. കൂലിപ്പണിക്ക് പോകുന്ന സഹോദര സഹോദരി, കുർബാനയിൽ ജീവിച്ച് നീ കൂലിപ്പണിക്ക് പോയാൽ ഒരു വർഷത്തിനുള്ളിൽ നിന്റെ കൂലിപ്പണിയുടെ അതുകൊണ്ട് തീരുമാനമെടുക്കാം. രണ്ട് കരങ്ങൾ എല്ലാം പ്രിയപ്പെട്ട കുർബാനയിലേക്ക് നിന്റെ ജീവിതം, നിന്റെ കുടുംബം കർത്താവിന്റെ മക്കളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ സഹോദരങ്ങളും യേശുവിനെ വിളിച്ച് സ്വരമുയർത്തി കർത്താവിനെ ആരാധിക്കട്ടെ. യേശുവേ, 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 വിളിച്ച് സ്തുതിക്കുന്നു, വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വിളിക്കട്ടെ, വിളിക്കട്ടെ, യേശുവേ വിളിക്കട്ടെ, യേശുവേ വിളിക്കുന്നു, യേശുവേ വിളിക്കുന്നു, ആരാധിക്കുന്നു, സ്വരമുയർത്തി, സ്വരമുയർത്തി, അതിരുകളുണ്ട്. യേശുവിനെ ആരാധിക്കട്ടെ, യേശുവിനെ സ്തുതിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, ചേർത്ത് ചേർത്ത് പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്വരമുയർത്തിയിരിക്കുന്നു. എല്ലാവരും ചേർത്ത് Thank you.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈശോയോട് പറയുക, ഈശോയെ, എൻ്റെ ജീവിതത്തെ അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, എൻ്റെ കുടുംബത്തെ ഞാൻ വളരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാൻ പോകും. ഇവിടെ നിൽക്കുന്ന എല്ലാ വൈദികരും ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലെ ഒരു ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇപ്പോൾ ഈ വിടുതലിന്റെ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനങ്ങൾ കാണണം. നിങ്ങളുടെ ഓരോരുത്തരുടെ ഭവനങ്ങൾ നിങ്ങൾ കാണണം. നിങ്ങളുടെ സന്യാസ ഭവനങ്ങള് സമർപ്പിതര് കാണണം. നമ്മുടെ ഓരോരുത്തരായിരിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ കാണണം. കുടുംബത്തില് ഏതെങ്കിലും വിധത്തിൽ പൈശാചിക പീഡകളുണ്ടെങ്കിൽ, തിന്മയുടെ മേഖലകളുണ്ടെങ്കിൽ, അനൈക്യങ്ങളുണ്ടെങ്കിൽ, സ്നേഹരാഗത്യങ്ങളുണ്ടെങ്കിൽ, കുടുംബത്തിൽ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യത്തിന്റെ ദുരാത്മാക്കളുണ്ടെങ്കിൽ, ലോകത്തിന്റെ പീഡകളുണ്ടെങ്കിൽ, കുടുംബത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങളും തകർച്ചകളും അപകടങ്ങളും ദുരന്തങ്ങളും നടക്കുന്ന ഒരു കുടുംബത്തിനാണ് നീയെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കണം. ഈ വൈദികർ മുഴുവനും, ഞങ്ങളുടെ അച്ഛന്മാര് മുഴുവനും, കർത്താവ് ഞങ്ങൾക്ക് തന്ന പൗരോഹിത്യാധികാരത്തിൽ കുടുംബങ്ങളുടെ മേലുള്ള സകല വ്യക്തികളും അടിച്ചു പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിശ്വാസത്തോട് ദൈവജനം പ്രാർത്ഥിക്കണം. സമർപ്പിതരിപ്പോൾ ഈ സമയം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സന്യാസ ഭവനത്തെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ മക്കളിലേക്ക് രണ്ടുപേരും ഉയർത്താം. എല്ലാ പ്രിയപ്പെട്ട മക്കളും കർത്താവിന്റെ മക്കളിലേക്ക് കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിച്ച്
ആമേൻ.